ഹലോ, ഇന്ന് സൺഡേ ആണ് കേട്ടോ. അപ്പോൾ പള്ളിയിലൊക്കെ പോയി വന്നേ ഉള്ളൂ. ഇപ്പോൾ 12 മണി കഴിഞ്ഞിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ നന്നായിട്ട് വിശന്നിരിക്കുക കേട്ടോ. അപ്പോൾ ചോറ് ഞാൻ രാവിലെ വെച്ചിട്ട് പോയത്. ഇനി കറി ഉണ്ടാക്കണം. എന്നാൽ പിന്നെ ഒരു തട്ടിക്കൂടി ചിക്കൻ കറി ഉണ്ടാക്കാമല്ലോ. അതിനിടെ ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ 2 സവാള കൊത്തി എരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 2 തണ്ട് കറിവേപ്പില, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക്, പിന്നെ ഒരു തക്കാളി കേട്ടോ. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ. അതിനായിട്ട് നമുക്കൊരു കുക്കർ ആവശ്യമുണ്ട്. ഇതൊരു അരമണിക്കൂറിൽ ഉണ്ടാക്കി കഴിയാവുന്ന ചിക്കൻ കറിയാണ് കേട്ടോ. ബാച്ചിലേഴ്സായി കഴിയുന്നവർക്കൊക്കെ ഈസി ആയിട്ട് കുക്ക് ചെയ്യാവുന്ന ഒന്നാണ് കേട്ടോ ഇത്. കുക്കർ നന്നായി ചൂടായി വന്നിട്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലോട്ട് സവാളയും പച്ചമുളക് കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സവാള ഒന്ന് വഴന്നു കഴിയുമ്പോൾ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. അതിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഇവിടെ ചേർക്കുന്നത്. അതൊരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഞാൻ 2 ചെറിയ ടീസ്പൂണാണ് ഇടുന്നത്. അത്യാവശ്യം എരിവുണ്ട് കേട്ടോ ഈ കാശ്മീരി ചില്ലി പൗഡറിന്. പിന്നെ മല്ലിപ്പൊടി 2 ടീസ്പൂൺ. നമ്മൾ ചിക്കൻ കറിയായിട്ടാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ കുറച്ച് ചാറൊക്കെ വേണം. പിന്നെ നമുക്ക് വേണ്ടത് ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല, ഏതെങ്കിലും ഒരു മസാല ചേർത്താൽ മതി കേട്ടോ. എനിക്കിവിടെ ചിക്കൻ മസാല ഉള്ളതുകൊണ്ട് ഞാൻ ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. അതൊരു ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. പൊടികളുടെയൊക്കെ പച്ചമണം മാറി കഴിഞ്ഞാൽ നമുക്ക് തക്കാളി ചേർക്കാം. ഈ തക്കാളി ചേർക്കുമ്പോൾ തക്കാളി ഉടയാൻ നിൽക്കണ്ട, നന്നായിട്ട് മസാലയോടൊപ്പം ചേർത്താൽ മതി. അതിനുശേഷം നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ചിക്കൻ വറക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് അവർ കട്ട് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് നമ്മൾ വിചാരിച്ചപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മസാലയായിട്ട് യോജിപ്പിക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ ചിക്കൻ കറി മസാലയായിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളമൊന്നും ഒഴിക്കണില്ല. ഓൾറെഡി ചിക്കനിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ ചിക്കൻ വെന്ത് കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ കറിക്കുള്ള ഗ്രേവിക്കുള്ള വെള്ളം മതിയാകും അത്. അപ്പോൾ കുക്കർ നന്നായിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് ചെറു തീയിൽ, അതായത് തീയൊന്ന് കുറച്ച് വയ്ക്കുക, ഒരു വിസിൽ മതി കേട്ടോ. നമ്മുടെ ചിക്കനൊക്കെ വെന്ത് അടിപൊളി ഗ്രേവിയൊക്കെ ആയിട്ട് വന്നിട്ട്, പക്ഷെ ഒന്നും കൂടെ ടേസ്റ്റ് കൂട്ടാനായിട്ട് ഞാൻ കോക്കനട്ട് മിൽക്ക് പൗഡർ കുറച്ച് ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഉപ്പും പാകത്തിനുണ്ടോ ഇല്ലെന്ന് നമുക്ക് നോക്കാം. നമുക്ക് കോക്കനട്ട് മിൽക്ക് പൗഡർ ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, തേങ്ങാപ്പാൽ ചേർത്താലും മതി. ഇതിൽ ഉപ്പും മുളകും മസാലയൊക്കെ ഓക്കെയാണ് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു തള വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം. ഇപ്പോൾ പിള്ളേർക്ക് ചോറ് എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ബ്രെഡാണ് കേട്ടോ എടുത്തതാണ്. എനിക്ക് ബ്രെഡിനൊപ്പം ചിക്കൻ കറി കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഗ്രേവി കൂട്ടി ചിക്കൻ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ കറിയും ബ്രെഡൊക്കെ എടുത്തിട്ടുണ്ട്. ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സൂപ്പർ ചിക്കൻ കറിയാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.